പ്രൈസ് ഗോഡ്. ലൈറ്റ് ഹൗസ് പ്രയർ ഫെലോഷിപ്പിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളും ദൈവദാസന്മാരും എല്ലാവരും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇങ്ങനൊരു പ്രെയർ ലൈനിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ചൊന്ന് കൂടുവാൻ കർത്താവ് എനിക്കും ഭാഗ്യം നൽകി തന്നു. അതോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സുഹൃത്തായ പാസ്റ്റർ ജേക്കബ് സാമുവൽ, ഞങ്ങൾ വളരെ പഴയ പരിചയമുള്ളതാണ്. ഒരുമിച്ച് പല വർഷങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ആ കർത്താവിൻ്റെ ദാസൻ കുടുംബത്തെക്കുറിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സഹോദരൻ ബ്രദർ ജോൺ വർഗീസ്, ഞങ്ങൾ ജോയിച്ചെന്ന് പറയും, ഓളിവാമ, മെൽവിൻ ബ്രദർ, അതുപോലെ തന്നെ ഞങ്ങൾ വളരെ സ്നേഹിക്കുന്ന ബ്രദർ ബിജു കുര്യൻ, ഈ ചർച്ചിൽ വളരെ ആക്റ്റീവായിരിക്കുന്ന ഒരംഗം. ഈ പ്രെയർ ലൈനിൽ നിങ്ങളൊക്കെ ലീഡർഷിപ്പ് വഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെയും ഈ മിനിസ്ട്രിയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ ലൈനിൽ കടന്നു വന്ന സകല ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലൈറ്റ് ഹൗസ് പ്രെയർ ഫെലോഷിപ്പിന്റെ 1ാമത്തെ ആനിവേഴ്സറി നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവിനെ നമുക്ക് നന്ദി കരയറ്റാം. ഈ ഒരു വർഷം ദൈവം അത്ഭുതമായി നമ്മളെ നയിച്ചു. ഈ മിനിസ്ട്രി കർത്താവ് നടത്തി അനേകരെ എക്യുപ്പ് ചെയ്യുവാനും അനേകരെ കർത്താവിന്റെ വചനത്തിൽ ഉറപ്പിക്കുവാനും കർത്താവ് ഇതിനെ കാരണമാക്കി തീർക്കുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അല്പനേരം ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വിറ്റ്നസിംഗിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരാപ്ത വാക്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ, മാർക്കോസ് 16:15. നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. അപ്പോൾ സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കാനുള്ള കർത്താവിൻ്റെ അരുളപ്പാടുകൾ നമുക്ക് ദൈവവചനത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അത് ആസ്പദമാക്കി ദൈവത്തിൻ്റെ സുവിശേഷം, കർത്താവിൻ്റെ സുവിശേഷം, അത് എങ്ങനെ ജനത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും, അതിനുള്ള നമ്മുടെ വിളി എത്രയും വലുതാണെന്ന് അതിനെക്കുറിച്ചൊരു ചെറിയ ഒരു സന്ദേശം നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നു. സോ ദ ടൈറ്റിൽ ഓഫ് മൈ സെർമൺ ഈസ് എംപവേർഡ് ടു വിറ്റ്നസ്. നമ്മളെ ദൈവം സാക്ഷീകരിക്കുവാൻ വേണ്ടി, സുവിശേഷത്തെ സാക്ഷീകരിക്കുവാൻ വേണ്ടി നമ്മളെ ദൈവം ശക്തീകരിച്ചിരിക്കുക, എംപവർ ചെയ്തിരിക്കുക. അപ്പോസ്തല പ്രവൃത്തി 1:8 നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു വാക്യം. അവിടെ എഴുതിക്കുന്നത് ഇങ്ങനെയാ: നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ശക്തിയാൽ ലോകത്തിൽ മൊത്തം ക്രിസ്തുവിനെ സാക്ഷീകരിക്കും. But you will receive the power, and when the Holy Spirit comes upon you, and you will be my witness. അപ്പോൾ കർത്താവിൻ്റെ വിറ്റ്നസ് ആയി തീരുവാൻ വേണ്ടി കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടിയാണ് ലഭിച്ചത്. നമ്മൾ പ്രത്യേകമായി പെന്തിക്കോസ് സഭകളിൽ പരിശുദ്ധാത്മാവിന് വളരെ അധികം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. പിതാവാം ദൈവം, കർത്താവായ യേശു ക്രിസ്തു, പിന്നെ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്നത് അന്യഭാഷ പറയുവാനും പ്രവചിക്കുവാനും അത്ഭുതങ്ങളും അതിശയങ്ങളും ഗിഫ്റ്റുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയതിൻ്റെ ഏറ്റവും വലിയ ഫങ്ഷൻ അതല്ലായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്, ദാനമായിട്ട് നൽകി തരും. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ പ്രവൃത്തി അതല്ല. പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ പ്രവൃത്തി നാം ക്രിസ്തുവിന്റെ സാക്ഷികളായി മാറുവാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നു, നമ്മൾ എല്ലാവരും കൂടി ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുവാണെങ്കിൽ നമ്മുടെയൊക്കെ സഭകളുടെ അവസ്ഥകളും നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ അവസ്ഥകളൊക്കെ മാറ്റം വരും. അപ്പോൾ പരിശുദ്ധാത്മാവിന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അന്യഭാഷ നമ്മൾ പറയും, നമ്മൾ പ്രവചിക്കും, അത്ഭുതങ്ങളും അതിശയം ഇതെല്ലാം നടക്കും. പക്ഷെ പ്രാധാന്യമായി ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നത് തന്നെ നാം വിറ്റ്നസ് ആയി തീരുവാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷികളായി തീരുവാൻ വേണ്ടിയാണ്. സോ ദ മേജർ ഫങ്ഷൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഫങ്ഷൻ പരിശുദ്ധാത്മാവിന്റെ ക്രിസ്തു യേശുവിന്റെ സാക്ഷികളായി തീരുവേ. ഈ ഫങ്ഷനെ കുറിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിൽ നടക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രതീക്ഷിക്കുന്നു, ദൈവപിതാവ് പ്രതീക്ഷിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു പ്രതീക്ഷിക്കുന്നു.
5 കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കാം. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്ന ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് നമ്മൾ സാക്ഷീകരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ. അപ്പോൾ ആ സമയത്ത് ശിഷ്യന്മാരെല്ലാം ഭയങ്കര ഭയപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവര് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം വളരെ ഭയപ്പെട്ട് ഇനിയും എന്തായിത്തീരും, കർത്താവ് ക്രൂശിക്കപ്പെട്ടു. അങ്ങനെ ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ മരണാനന്തരം ഈ ശിഷ്യന്മാര് ഭയപ്പെട്ട് ഒരു സ്ഥലത്തിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വലിയ ഒരു പ്രാവചനിക ശബ്ദം അവർ കേൾക്കുന്നത്. അവരോട് പറയുന്ന, കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും സമരിയയിലും യഹൂദിയയിലും എല്ലാ ഇടങ്ങളിലും നിങ്ങൾ കർത്താവിന്റെ സാക്ഷികളായിത്തീരുന്ന. അപ്പോൾ ഭയപ്പെട്ടിരിക്കുന്ന ഒരു ജനത്തോടാ പരിശുദ്ധാത്മാവിന്റെ ഈ വാഗ്ദത്തം ലഭിക്കുന്നത്. അങ്ങനാണെങ്കിൽ വളരെ ശാന്തമായി ഭയപ്പെട്ടിരിക്കുന്നവരുടെ മേൽ അവരെ ഈ ഭയത്തൂന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് അവരുടെ ഷെയിമിൽ നിന്നും, നാണം, ഭയം, റിജക്ഷൻ ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് അവരെ സാക്ഷ്യം വഹിക്കുവാൻ പ്രാപ്തനാക്കുവാനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ അന്ന് ഈ ശിഷ്യന്മാർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ ഇത്ര നാൾ വിശ്വസിച്ച് അവരെ കർത്താവ് ക്രൂശിക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇതെല്ലാം ഉള്ളപ്പോൾ അവർ തന്നെയായിപ്പോയി, ഇനി അവരെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം അവർക്ക് ലഭിക്കുന്നത്. അപ്പോഴാണെങ്കിൽ നമ്മൾ, ഈ ദൈവസഭ, എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, നമുക്ക് ദൈവം നൽകി തന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഭയത്തു നമ്മളെ പുറത്താക്കുന്നു, നമ്മുടെ ആ ഇടുങ്ങിയ ചിന്തകളിൽ നിന്നും നമ്മളെ പുറത്താക്കുന്നു, നമ്മുടെ ആ നാണം ആയി നമ്മളെ ആരോടും പറയാതെ, ആരോടും മിണ്ടാതെ, ഒരു മുറിക്കകത്തിരുന്ന് നമുക്ക് 3-4 പേരുണ്ട്, ഇവരെയും കൊണ്ട് മാത്രം ഇരുന്നാൽ മതി എന്നുള്ള ചിന്തയെ നമ്മളെ പുറത്താക്കി നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, നാം ആയിരിക്കുന്ന സംസ്ഥാനത്ത്, നാം ആയിരിക്കുന്ന സിറ്റിയിൽ, നാം ആയിരിക്കുന്ന ദേശത്തിൽ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു പരിശുദ്ധാത്മാവാണ്. അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവമക്കളെ, അന്യഭാഷകൾ സംസാരിക്കുന്ന നല്ല കാര്യം, പ്രവചിക്കുന്നത് നല്ല കാര്യം, പ്രസംഗിക്കുന്നത് നല്ല കാര്യം, ഇതിനേക്കാളുപരിയായി നാം പുറത്തുപോയി നാം മറ്റുള്ളവരോട് ഈ സുവിശേഷം പറയുവാൻ. ഇനി ഒന്നും വേണ്ട, ഒന്നുമില്ല. നിങ്ങൾ ഇന്ന് പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥനയിൽ വേറെ വീടുകൾ വിട്ടെങ്ങും പോകണ്ട. നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ, നമ്മുടെയൊക്കെ കമ്പ്യൂട്ടറിനകത്ത് നമുക്കൊരു സൂം ഉണ്ടെങ്കിൽ ആ സൂമിനകത്ത് കയറി ദൈവവചനം കേൾക്കാനും കൂട്ടായ്മകൾ ആചരിക്കുവാനും മറ്റുള്ളവരോട് നമ്മുടെ സാക്ഷ്യം വഹിക്കുവാനും കർത്താവ് കാരണമാക്കി തീർക്കും. അതുകൊണ്ട് ഈ ഒരു മീറ്റിങ്ങിൽ കടന്ന ദൈവമക്കളെല്ലാം മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിന്റെ ഒന്നാമത്തെ പ്രവൃത്തി നമ്മളെ ക്രിസ്തുവിന്റെ സാക്ഷികളായി നിർത്തുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ഈ ശക്തി ലഭിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് എപ്പോഴും സാക്ഷീകരിക്കുന്നത് യേശുവിനെ കുറിച്ച്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാറില്ല. പരിശുദ്ധാത്മാവ് വേറൊരു വ്യക്തിയെക്കുറിച്ച് പറയാറില്ല. പരിശുദ്ധാത്മാവ് ആരെയും പുകഴ്ത്താറില്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി മനസ്സിലാക്കിയാൽ മതി, ആ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ അല്ല ഉയർത്തുന്നത്, വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയുമല്ല ഉയർത്തുന്നത്. ആ പരിശുദ്ധാത്മാവ് യേശുവിനെ ആ സാക്ഷ്യം പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 15-ാം അധ്യായം 26-ാം വാക്യത്തിൽ എഴുതിക്കുന്നത് ഇങ്ങനെയാണ്: വെൻ ദ ഹെൽപ്പർ കം, നിങ്ങളുടെ സഹായകൻ വരുമ്പോൾ, സഹായകനായ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവ എന്നെ കുറിച്ച് സാക്ഷ്യം വഹിക്കും. കർത്താവ് യേശു ക്രിസ്തു പറയുക. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് തന്നെ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാനും യേശുവിലേക്ക് നയിക്കുവാനും യേശു ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, പരിശുദ്ധാത്മ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ ലോകം എല്ലായിടത്തും പോയി എൻ്റെ സാക്ഷികളായിത്തീരും. അപ്പോൾ യേശു ഈ ഭൂമിയിലുള്ളപ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നത്, യേശു ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുക. ആ പരിശുദ്ധാത്മാ സഹായകൻ വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം വഹിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്കകത്തുള്ള ഏറ്റവും വലിയ ഗുണം, ശക്തിയും കൊണ്ട് അവൻ സാക്ഷിയായി നിർത്തും. അത് മാത്രമല്ല, തൻ്റെ മനോഭാവത്തിൽ,
തന്നെക്കുറിച്ചോ വേറൊരു വ്യക്തിയെക്കുറിച്ചോ വേറൊരു പാസ്റ്ററെ കുറിച്ചോ ബിഷപ്പിനെ കുറിച്ചോ അല്ല സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. ദൈവമക്കളെ, യേശു കർത്താവിന്റെ ക്രൂശിലെ മരണവും പിന്നെ പുനരുത്ഥാനവും പിന്നെ സ്വർഗത്തിലേക്കുള്ള ഉയർപ്പും കഴിഞ്ഞപ്പോൾ യേശു പറ്റി ഞാൻ നിങ്ങളെ അനാഥരായി വിടുന്നില്ല, ഞാൻ നിങ്ങളോട് ഇരുന്നത് പോലെ തന്നെ ഇനി ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ പരിശുദ്ധാത്മാവ് ഇരിക്കും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവാണ് നമ്മളോട് കൂടി ഇരിക്കുന്നത്. ഇപ്പോൾ യേശു കർത്താവ് പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവാ ഭൂമിയിലുള്ളത്. യേശു എന്തൊക്കെ ചെയ്തു, യേശു എന്തൊക്കെ പഠിപ്പിച്ചു, ഈ കാര്യങ്ങളെല്ലാം ഇനി പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ കാര്യങ്ങളെല്ലാം ഇനി നമ്മളെ ഓർപ്പിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാനും പരിശുദ്ധാത്മാവിന്റെ രീതി നമ്മളുള്ള പ്രവൃത്തി യേശുവിന്റെ സാക്ഷിയായി നമ്മൾ നിൽക്കുവാനും വേണ്ടിയാണ്. യേശുവിനെ കുറിച്ച് മാത്രമേ പ്രശംസിക്കത്തുള്ളൂ, യേശുവിനെ കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ, യേശുവിനെ മാത്രം റിവീൽ ചെയ്യത്തുള്ളൂ, യേശുവിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിക്ക് വേറൊരു മനുഷ്യന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിൽ നിറവിൽ നിൽക്കുന്ന ഒരു വ്യക്തി നമ്മൾ ഓരോരുത്തരുടെ മിനിസ്ട്രിയെ കുറിച്ചല്ല പറയുന്നത്, കർത്താവ് ചെയ്ത മിനിസ്ട്രിയെ കുറിച്ചാണ് പറയുന്നത്. അതാ മാനുഷിക നിലയിൽ ഒരുത്തൻ സാക്ഷ്യം പറയുമ്പോൾ അവനെക്കുറിച്ച് പ്രശംസിക്കും, തൻ്റെ പ്രവൃത്തി, തൻ്റെ മിനിസ്ട്രി, തൻ്റെ ചർച്ച്, ഇതിനെക്കുറിച്ച് പ്രശംസിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിൽ നിന്നൊരു വ്യക്തി യേശുവിനെ പ്രശംസിക്കും, യേശുവിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും, യേശുവിൻ്റെ കാര്യങ്ങൾ പറയും. അതാ രണ്ടാമത്തെ ഭാഗം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഭാഗം. പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടെ സാക്ഷീകരിക്കും. നമ്മളിൽ കൂടെ, ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മളെ സാക്ഷീകരിക്കാൻ ശക്തീകരിക്കുന്നു. രണ്ട്, പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. മൂന്ന്, പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടി സാക്ഷിയായി നിൽക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം അവിടെ എഴുതിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങളും ഇതിൻ്റെ സാക്ഷി, പരിശുദ്ധാത്മാവും ഇതിൻ്റെ സാക്ഷി. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നമ്മളോടൊപ്പം അവർക്കിയത്. അപ്പോസ്തല പ്രവൃത്തിയിലുള്ള സഭ വർദ്ധിച്ചു വന്നപ്പോൾ അത് 3000-ആയി, 5000-ആയി, 7000-ആയി ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ അവിടെ പിന്നെ എഴുതിക്കുന്നത് എങ്ങനെയാ? അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും അവർ സുവിശേഷം പ്രസംഗിച്ചു, കർത്താവ് പരിശുദ്ധാത്മാവ് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ പ്രവൃത്തി, ഈ ദൈവം നമ്മളോടൊപ്പം പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവാം ദൈവം നമ്മളോടൊപ്പം പ്രവർത്തിക്കും. നാം സാക്ഷിയായി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൂടെ സാക്ഷിയായി നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് ജനത്തെ കൊണ്ടുവരുന്നത്. ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു വ്യക്തി ക്രിസ്തുവിൽ വരുന്ന മുമ്പേ അവൻ പാപത്തിൽ കിടക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ നമ്മുടെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത് എന്നോടും നിങ്ങളോടും ഉള്ള കാര്യത്തിലല്ല. നമ്മൾ അടുത്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ കർത്താവിനെ കുറിച്ച് അവരെ പറയുന്നു. അതുകൊണ്ട് ഒരു വ്യക്തി, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് ദൈവസഭയിലേക്കോ ഇതുപോലത്തെ മീറ്റിംഗിലേക്കോ അല്ലെങ്കിൽ സുവിശേഷം പറയുന്ന ഒരു പാസ്റ്ററിന്റെ അടുത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നത്. ആ വ്യക്തിയെ കൊണ്ടുവരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ഒരു പാസ്റ്ററിന്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ഒരു വിശ്വാസിന്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ കൂടി യേശുവിനെ വെളിപ്പെടുത്തും. മനസ്സിലായോ? അപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെയാ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നത്. പക്ഷെ രക്ഷിക്കപ്പെടാത്ത വ്യക്തിയെ കൊണ്ടുവരുന്നത് എങ്ങനെ അറിയാം? പരിശുദ്ധാത്മാവ് ബാഹ്യമായിട്ട്, അകത്ത് വസിക്കുന്നില്ല, ബാഹ്യമായിട്ട് തള്ളി തള്ളി എങ്ങനെയും ഒരു മീറ്റിംഗിൽ എത്തിക്കും, ഇതുപോലത്തെ ഒരു സൂം മീറ്റിംഗിൽ എത്തിക്കും, ഒരു സുവിശേഷ പ്രവർത്തനത്തിനകത്ത് എത്തിക്കും, ഏതെങ്കിലും ഒരു ചർച്ചിൽ എത്തിക്കും, അല്ലെങ്കിൽ ഒരു കവല പ്രസംഗത്തിൽ എത്തിക്കും. അവിടെ ആ കവല പ്രസംഗിക്കുന്ന ആളിനകത്തൊരു പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ, ആ പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. അങ്ങനെ ഈ ഒരു പാപി അല്ലെങ്കിൽ ഒരു വ്യക്തി, രക്ഷിക്കപ്പെടാത്ത വ്യക്തി, യേശുവിനെ കുറിച്ച് സാക്ഷ്യം ഇവൻ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയം തുറക്കുന്നു. അങ്ങനെ തുറക്കുമ്പോൾ ഈ വ്യക്തി മറ്റേ വ്യക്തിയിൽ നിന്ന് യേശുവിനെ കേട്ടിട്ട് ഈ വ്യക്തി പരിശുദ്ധാത്മാവിന്റെ പ്രേരണ പ്രകാരം യേശുവിനെ സ്വീകരിക്കുന്നു. അങ്ങനെ യേശുവിനെ സ്വീകരിക്കുമ്പോൾ പിന്നെ ഈ പരിശുദ്ധാത്മാവ് ആ മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് പാപികളുടെ ഇടയിലും കർത്താവിലേക്ക് നയിക്കുന്നു, വിശ്വാസികളുടെ ഇടയിൽ കർത്താവിനെ കുറിച്ച് പറയിപ്പിക്കുന്നു, കർത്താവിനെ പോലാക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നു. അതാ മൂന്നാമത്തെ സാക്ഷീകരിക്കാനുള്ള നമുക്കുള്ള സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? നമ്മളോടൊപ്പം വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഇപ്പോഴും അതിനെ നമ്മൾ കേവലം അന്യഭാഷ പറഞ്ഞോ പ്രവചിച്ചോ തീർക്കാനുള്ള കാര്യമല്ല. നമ്മൾ സാക്ഷീകരിക്കുന്നു. അവൻ നമ്മളെ ശക്തീകരിക്കുന്നു സാക്ഷ്യം വഹിക്കുവാൻ.
സാക്ഷ്യത്തിൽ കർത്താവിനെ കുറിച്ച് നമ്മൾ പറയുന്നു. 3, നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മോടൊപ്പം സാക്ഷ്യം അവൻ വഹിക്കുന്നു. ഇനി 4-ാമത്തെ കാര്യം, നമ്മൾ ഈ 4-ാമത്തെ കാര്യത്തിൽ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് സാക്ഷീകരിക്കുവാൻ നമ്മളെ ധൈര്യപ്പെടുത്തുന്നു. ഇതൊരു വലിയൊരു കാര്യമാണ്. സാധാരണ ആൾക്കാർക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഭയങ്കര ധൈര്യമില്ല. അവർക്ക് പേടിയാ, ഭയമാണ്. അങ്ങനെ ഭയപ്പെടുന്ന ശിഷ്യന്മാരായിരുന്നു അവിടെ. ആ ഭയപ്പെടുന്ന ശിഷ്യന്മാരുടെ പരിശുദ്ധാത്മ ഇറങ്ങി വന്നപ്പോൾ ആ 11 പേരോട് കൂടെ പത്രോസ് എഴുന്നിട്ട് അവിടെ സുവിശേഷം കർത്താവിനെ കുറിച്ച് സാക്ഷ്യം വഹിക്കുക. ഈ ബോൾഡ്നെസ്, ഈ ഒരു ധൈര്യം എഴുന്നു വന്നു, പരിശുദ്ധാത്മാവ് നൽകി തന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവമക്കളെ, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട ഏത് വ്യക്തിയും പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടുണ്ട്. അന്യഭാഷ പറയുന്ന വേറെ കാര്യം. പക്ഷേ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഈ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നമ്മൾ നിറയുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അന്യഭാഷ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ പരിശുദ്ധാത്മാവ് നമ്മളോടൊപ്പമുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ വഴിനടത്തുന്നു. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ധൈര്യം പകർന്നത്. ഓക്കെ, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 31-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാ? അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് ദൈവത്തിന്റെ വചനം ധൈര്യമായി പ്രസംഗിച്ചു. ഈ ധൈര്യം എവിടെ വന്നു? ഈ ധൈര്യമാ വരുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്നത്. അപ്പോൾ സാക്ഷീകരിക്കുവാൻ വേണ്ടി ശക്തീകരിക്കുക മാത്രമല്ല, സാക്ഷീകരിക്കുവാൻ നമുക്ക് കർത്താവിനെ കുറിച്ച് പഠിപ്പിക്കുക മാത്രമല്ല, നമ്മളോടൊപ്പം സാക്ഷീകരിക്കുക മാത്രമല്ല, നമുക്ക് ധൈര്യം കൂടി പകർന്നിരുന്നു. അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥനാ ലൈന് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കിന്, നമ്മുടെ ഈ ഒരു കൂട്ടം അടുത്ത വർഷമാകുമ്പോഴത്തേക്കിന് അനേകരെയും കൊണ്ട് ഇത് നിറയണം. നമ്മൾ ഇന്നുള്ളതിലേക്കാട്ടിലും 3, 4, 5, 100 ഇരട്ടി ഇത് വളരണം. നമ്മുടെ മേൽ പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ ധൈര്യത്തോട് സുവിശേഷം പ്രസംഗിക്കുവാനും കർത്താവിന് സാക്ഷികളായി നിൽക്കുവാനും കർത്താവ് നമ്മളെ സഹായിക്കണം. ഇവിടെ ഭയമില്ല, ഭയം പുറത്താകുന്നു. ഇവിടെ നമുക്ക് നാണക്കേടില്ല, അത് പുറത്താകുന്നു. അങ്ങനെ കർത്താവിന് സാക്ഷികളായി നിൽക്കണം. അങ്ങനെ 5-ാമത്തെ കാര്യം, ഈ പരിശുദ്ധാത്മാവ് നമ്മളെ വ്യക്തികളിലേക്ക് നയിക്കുന്നു. ഏത് വ്യക്തിയോട് ആ സുവിശേഷം പറയേണ്ടത്, ഏത് വ്യക്തിക്ക് കർത്താവിന് ആവശ്യമുണ്ട്, ആ വ്യക്തിയിലേക്ക് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഫിലിപ്പോസിനെ കുറിച്ച് നമുക്കറിയാം. ഫിലിപ്പോസ് ഒരു എത്യോപ്യയിലെ ഷണന്റെ പുറകിൽ ഓടുന്ന കാണാം. പരിശുദ്ധാത്മാവ് തന്നെ ശക്തീകരിച്ചു. പരിശുദ്ധാത്മാവ് തന്നെ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയാനുള്ള കാര്യങ്ങൾ കൊടുത്തു. പരിശുദ്ധാത്മാവും കൂടി വരിക. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവർക്ക് ധൈര്യവും കൂടി കൊടുത്തു. ഇത്രയും ചെയ്തിട്ട് ഈ മനുഷ്യൻ ഈ ഷണ്ണനോട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പറയുന്നു. അപ്പോൾ ആ ഷണ്ണനടുത്ത് എത്തിച്ചത് പരിശുദ്ധാത്മാവ്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ഈ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ, നമ്മൾ ചോദിക്കുവാണെങ്കിൽ, നമ്മൾ പരിശുദ്ധാത്മാവിനോട് ട്യൂൺഡ് ആണെങ്കിൽ, ദൈവാത്മാവ് ലീഡ് ചെയ്യുന്ന ചില വ്യക്തികളിലേക്ക് കർത്താവ് നമ്മളെ നയിക്കും. ചില ഭവനങ്ങൾ കയറി ഇറങ്ങുവാൻ, ചിലരോട് ഫോണിൽ വിളിച്ചു സംസാരിക്കുവാൻ, ചിലരോട് സുവിശേഷം പറയുവാൻ, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കും. റൈറ്റ് വ്യക്തിയുടെ അടുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കും. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ഈ 5 കൂട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ അത് നല്ല ഉറപ്പെടുക്കുക. ഈ കർത്താവ് നമുക്ക് നൽകി തന്ന പരിശുദ്ധാത്മാവ് ഇതിനു വേണ്ടിയാണ്, സാക്ഷികളായി തീരുവാൻ. നല്ലൊരു പ്ലാറ്റ്ഫോമായത്. ഈ പ്ലാറ്റ്ഫോമിൽ കൂടി നമ്മൾ സുവിശേഷം കേൾക്കുന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനയിൽ വഹിക്കുന്നു, നമ്മൾ ഷെയർ ചെയ്യുന്നു. പക്ഷെ ഏറ്റവും വലിയ കാര്യം, നമ്മൾ കർത്താവിന്റെ സാക്ഷികളായി നിൽക്കണം. അനേകർ കർത്താവിനെ ഇനിയും കാണാനുണ്ട്. അവരേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. നമുക്ക് ചിലപ്പം ഭവനങ്ങളിലോ കവല പ്രസംഗങ്ങളിലോ ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആരോടും എത്താൻ പറ്റും. ആരും നമ്മളോടൊന്നും പറയത്തില്ല. ദൈവമക്കളെ, കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ അപ്രകാരം നയിക്കുവാണെങ്കിൽ ഇന്ന് സമർപ്പിക്കണം. കർത്താവിൻ്റെ കാര്യങ്ങളിലേക്കൊന്ന് പറയാൻ പറ്റുമോ? കർത്താവെ, എന്നെ തന്നെ ആ വിഷയത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ ഏറ്റവും വലിയ കൽപ്പനയാണ്, നിങ്ങൾ പോയി സുവിശേഷം പറയുവിൻ, സകല ജാതികളെയും ശിഷ്യരാക്കുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സുവിശേഷ പ്രവർത്തനം നമ്മളെ എല്ലാവരെയും ദൗത്യമാണ്. ഒരു പാസ്റ്ററിൻ്റെ ദൗത്യം മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണ്. ഈ ദൗത്യത്തിലേക്ക് കർത്താവ് നമ്മളെ ഇന്ന് വിളിക്കുമ്പോൾ എത്ര പേര് മനസ്സോടെ സമർപ്പിക്കാൻ പറ്റും?
അപ്പോൾ ഈ 5 കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. 1, പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുന്നു സാക്ഷീകരിക്കാൻ വേണ്ടി. 2, സാക്ഷീകരിക്കുമ്പോൾ എന്ത് പറയണം കർത്താവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു. 3, ഈ സാക്ഷ്യം വഹിക്കുമ്പോൾ നിങ്ങൾ മാത്രമല്ല, നിങ്ങളോടൊപ്പം പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കുന്നു. 4, സാക്ഷീകരിക്കുവാൻ നിങ്ങളുടെ ഭയത്തെ പുറത്താക്കുന്നു, നാണത്തെ പുറത്താക്കുന്നു, ധൈര്യം പകർന്നു. 5, സാക്ഷീകരിക്കുമ്പോൾ ഏത് വ്യക്തിയുടെ അടുത്ത് പോകണം, ആരോട് പറയണം, അതും ഈ പരിശുദ്ധാത്മാവ് തന്നെ പറയണം. ഈ പരിശുദ്ധാത്മാവ് നമുക്കുണ്ടല്ലോ. ആകയാൽ ഒന്ന് വിശ്വസിച്ച് നമ്മൾ ഇതിനെ സമർപ്പിക്കാമോ? ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാൻ പറ്റുന്ന എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അല്പനേരം അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ മക്കളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് ദൈവവചനം കേട്ടല്ലോ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകപ്പെട്ടത് അങ്ങയുടെ സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയാണല്ലോ. അങ്ങയുടെ സാക്ഷികളായി നിൽക്കുവാൻ, ഞങ്ങളുടെ ദേശത്തിൽ വിദേശത്തിൽ എവിടെ വിട്ടാലും അവിടെ സാക്ഷികളായി നിൽക്കുവാൻ വേണ്ടിയാണ്. ഈ പ്രെയർ ലൈനിലായിരിക്കുന്ന സകല ദൈവമക്കളെ, ദൈവദാസന്മാരെ ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അനേകരോട് സുവിശേഷം പറയുവാൻ, അനേകരുടെ മുമ്പിൽ സാക്ഷിയായി നിൽക്കുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ, ധൈര്യത്തോട് പറയുവാൻ, ഏത് വ്യക്തിയുടെ അടുത്ത് എത്തണം എന്ന് പരിശുദ്ധാത്മാ ഞങ്ങളെ ഗൈഡ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലൈനിലുള്ള ദൈവമക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഞാൻ അവരെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങൾ സമർപ്പിച്ച് അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയിൽ അങ്ങ് മറയ്ക്കും. അവരെ കർത്താവ് അനുഗ്രഹിക്കും. ദൈവ സാന്നിധ്യം കൊണ്ട് അവരെ നിറയ്ക്കും. ഈ ലൈനിൽ ഒരു അനുഗ്രഹമായി തരട്ടെ. 1ാമത്തെ ആനിവേഴ്സറി ആണല്ലോ. ഇത്രത്തോളം വളർത്തിയ ദൈവം ഇനിയും അനേകർക്ക് ഈ ലൈൻ ഒരു ബ്ലെസ്സിങ് ആയി തരട്ടെ. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ, സഹോദരി സഹോദരന്മാരെ കർത്താവ് ആശീർവദിക്കണമേ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവരെ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദിവ്യ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. സകലതും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കണ്ടായി സ്തോത്രം ചെയ്യുന്നു, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ദൈവദാസന്മാരെ, സഹോദരന്മാരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് എപ്പോഴെങ്കിലും വീണ്ടും കാണാം. ആ സമയം വരെ കർത്താവ് നമ്മളെല്ലാവരെയും അങ്ങും ഇങ്ങും കാത്തു സൂക്ഷിക്കട്ടെ. കർത്താവിനെ വരവേണ്ടി അവൻ നമ്മളെ ഏവരെയും ഒരുക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ സാക്ഷീകരിക്കുവാൻ ശക്തീകരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.